സംഗീതത്തെ ഇത്രയധികം സ്നേഹിച്ച വേറൊരു മനുഷ്യനില്ലെന്ന് ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി. സംഗീതം അദ്ദേഹത്തിന്റെ ആത്മാവാണെന്നും ശ്രീകുമാരൻ തമ്പി അനുസ്മരിച്ചു. പാടിയ പാട്ടുകളിലൂടെ അദ്ദേഹം ജീവിക്കുമെന്ന് MG ശ്രീകുമാർ പ്രതികരിച്ചു. തലമുറകളുടെ ഹൃദയം കവർന്ന നാദവിസ്മയത്തിനാണ് തിരശ്ശീല വീഴുന്നതെന്ന് മുഖ്യമന്ത്രിയും അനുസ്മരിച്ചു. സംഗീതത്തെ ഇത്രയും സ്നേഹിച്ച ഒരു പാട്ടുകാരൻ വേറെയില്ല. ജയചന്ദ്രൻ്റെ ഒരു വലിയ മഹത്വം അദ്ദേഹം മറ്റു പാട്ടുകാരെ കുറിച്ച് സംസാരിക്കുക, സ്വന്തം പാട്ടുകൾക്ക് സംസാരിക്കില്ല. വിവിധ ഭാഷകളിൽ ഇത്രയും പാട്ടുകൾ കാണാതെ പഠിച്ചിട്ടുള്ള ഒരു പാട്ടുകാരൻ വേറെയില്ല. ജയചന്ദ്രൻ സംഗീതത്തെയാണ് സ്നേഹിച്ചത്. സംഗീതം ജയചന്ദ്രൻ്റെ ആത്മാവായിരുന്നു. ഈ വാർത്ത സത്യത്തിലൊരു ഞെട്ടലോടാണ് ഞാൻ കേട്ടത്. കാരണം അദ്ദേഹം അസുഖബാധിതനെന്ന് കേട്ടിരുന്നു, സുഖമില്ല എന്ന് കേട്ടിരുന്നു. പക്ഷേ പെട്ടെന്ന് കഴിഞ്ഞ മാസം വരെ പാടിയിരുന്നൊരു വ്യക്തി, ഒരു ഗായകൻ അല്ലെങ്കിൽ ഒരു ലെജൻഡ് പെട്ടെന്ന് നമ്മളെ വിട്ടുപോയി എന്ന് പറയുമ്പോൾ റിയലി ഇറ്റ് വാസ് ഷോക്കിംഗ് ഫോർ മീ. ബട്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ജയേട്ടൻ്റെ വിയോഗം എൻ്റെ വീട്ടിലൊരു കാരണവര് വിയോഗ അതിന് തുല്യമാണ് എനിക്ക്. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കേട്ടു തുടങ്ങിയ ശബ്ദമാണുള്ളത്. ഒരു സാധാരണക്കാരനായ ഒരു കേരളീയന്റെ ഒരു ശബ്ദമാണ് ജയേട്ടന്റെ. അതായത് വെച്ചുകെട്ടുകളില്ലാത്ത, പ്രിറ്റൻഷ്യൽസ് ഇല്ലാത്ത ഒരു ശബ്ദമാണ് അദ്ദേഹത്തിന്. അപ്പൊ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനും കൂടിയായിരുന്നു ജയേട്ടൻ. ആ ശബ്ദത്തിലില്ലാത്ത ഭാവങ്ങളില്ല. നമ്മുടെ മലയാളത്തിലെ പല ഗായകരെയും, എത്രയും മഹാന്മാരായിട്ടുള്ള ഗായകന്മാരെയൊക്കെ അനുകരിച്ച് അതേപോലെ ശബ്ദത്തിൽ പാടാൻ കഴിയും. പക്ഷെ ജയേന്ദ്രന്റെ ശബ്ദത്തിലോ ജയേന്ദ്രൻ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ആ ഭാവം ഉൾക്കൊണ്ടുകൊണ്ടോ കവിതയുടെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ടോ പാടാനൊന്നും ആർക്കും കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ പലപ്പോഴും നമ്മൾ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ പോലും ഇത്രയും വലിയൊരു മനുഷ്യൻ ഇങ്ങോട്ട് വിളിക്കാറും സംസാരിക്കാറൊക്കെ ഉള്ളതാണ്. അദ്ദേഹത്തിന് നല്ലത് തിരിച്ചറിയാനുള്ള, നല്ല കവിതയും അതിന്റെ ആത്മാവൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ ലോകത്ത് ഒന്നുകൂടി നമ്മുടെ സാംസ്കാരിക രംഗവും നമ്മുടെ ലോകം തന്നെ കുറച്ചുകൂടി ശൂന്യമായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.